നമസ്കാരം കൂട്ടരെ, രാജേഷ് കുമാറാണ്. കൂട്ടരെ, ഇങ്ങനെ ഒരു കാരണവശാലും ചെയ്യരുത്, തെറ്റാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളെ സൗന്ദര്യം, ഡ്രസ്സിങ് ഇത് കണ്ട് ഒരു മനുഷ്യനെയും അളക്കരുത്. നമ്മളെ ആരോഗ്യമായാലും സൗന്ദര്യമായാലും നഷ്ടപ്പെടാൻ കുറച്ച് നിമിഷം മതി. ഒരു പഴഞ്ചൊല്ലുണ്ട്, ഈ പഴുത്ത പ്ലാവില വീഴുമ്പം പച്ച പ്ലാവില ചിരിക്കും. നാളെയും ഇതേ അവസ്ഥ അതിനാണെന്ന് അത് മനസ്സിലാക്കുന്നില്ല. അതേപോലെയാണ് മനുഷ്യൻ്റെ കാര്യം. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ഒരു മനുഷ്യനെ വിലയിരുത്തുന്നത് അവൻ്റെ സൗന്ദര്യത്തിലോ അല്ലെങ്കിൽ ഡ്രസ്സിങ്ങിലോ ഒരു കാരണവശാലും അവനെ വില ഇരുത്തരുത്. കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ലൈഫ് എന്ന് പറയുമ്പം ബലൂണ് പോലെയാണ്. അതിനൊരു സൂചിയിട്ട് കുത്തിക്കഴിഞ്ഞാൽ തീന്ന്. അത്രേ ഉള്ളൂ മനുഷ്യൻ്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ. ഇത് നടന്ന സംഭവമാണ്. അപ്പം ഞാൻ ഒരിടത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഒരു ഷോറൂമാണ്, പേരൊന്നും ഞാൻ പറയുന്നില്ല. അവിടെ ഒരു വണ്ടി നോക്കാൻ വേണ്ടി ഒരു മനുഷ്യൻ വന്നു. ഇപ്പം ഡ്രസ്സിങ്ങൊക്കെ മോശമാണ്. ആള് ആക്രി പറക്കുന്ന ജോലിയുള്ള ഒരു വ്യക്തിയാണ്. ഡ്രസ്സ് പേശയും കീറിയ ബനീനൊക്കെ ഇട്ടുകൊണ്ടാണ് വന്നത്. അപ്പം അവിടുത്തെ ഇൻഷർട്ട് ചെയ്ത് ID കാർഡൊക്കെ നോക്കിയ എക്സിക്യൂട്ടീവ്സ് ഒന്നും ഇയാളെ മൈൻഡ് ചെയ്യണില്ല. വേറെ ഈ നല്ല ക്വാളിറ്റി ഡ്രസ്സൊക്കെ ഇട്ട് പറഞ്ഞ വരെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഒരു വ്യക്തി വന്ന് ചോദിച്ചു, എന്താണെന്ന് കാര്യം? അല്ല, എനിക്കൊരു വണ്ടി എടുക്കണമായിരുന്നു, അതിൻ്റെ റേറ്റ് അറിയാൻ വേണ്ടി വന്നിടണം. അപ്പം ഇവന് ഇത്രയും വില കൂടിയ വണ്ടിയാണ്. അവൻ ഒരുമാതിരി മൈൻഡ് ചെയ്യാതെ ആളെ ഒരുമാതിരി അപമാനിച്ച് വിട്ടതുപോലെ. അങ്ങനെ ഇയാൾ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നിട്ട് ഈ ഷോറൂമിൽ വിളിച്ചിട്ട്, എനിക്കൊരു കാർ എടുക്കണം, റെഡി പേയ്മെൻ്റ് ആണ്, എൻ്റെ വീട് ഇന്ന ലൊക്കേഷനാണ്, ഇന്ന് വന്നു കഴിഞ്ഞാൽ ഇന്ന് തന്നെ ഞാൻ ബുക്ക് ചെയ്ത് വണ്ടി എടുക്കാം. അറിയാലോ, മാർക്കറ്റിംഗ് ആണ് ഇത്. കേൾക്കാത്ത പാതി ആ എക്സിക്യൂട്ടീവ്, ഇവനെ അപമാനിച്ചു വിട്ട എക്സിക്യൂട്ടീവിനാണ് ഇവൻ വിളിച്ചത്. നേരെ വീട്ടിൽ പോയി. കൊട്ടാരം പുറത്തെ വീട്, തൊട്ടിപ്പുറത്തൊരു ആക്രിക്കട. ഈ ആക്രിക്കട എന്ന് വെച്ചാൽ കോടിക്കണക്കിന് ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണ്. നോക്കിയപ്പം ബെല്ലടിച്ചു. ആൾ ഇറങ്ങി വന്നിട്ട് നോക്കിയപ്പം അന്ന് ഈ കീറിയ കൈലിപ്പേശയും ചട്ടുവിട്ടുണ്ടോ വന്ന വ്യക്തി. അപ്പോൾ പുള്ളിക്കാരെ കണ്ടതും ഇവൻ ആകപ്പാടെ ഡെസ്പായി. സാറേ, എന്താ വിളിച്ചത്? സാറെന്നൊന്നും എന്നെ വിളിക്കണ്ട, എൻ്റെ പേര് ഇന്നാണ്, അത് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. ഏത് മോഡലാണ് എടുക്കേണ്ടത്? എനിക്ക് ഫുൾ ഓപ്ഷൻ മോഡൽ വേണം. അത് സാറേ 10 ലക്ഷം രൂപ. വെയിറ്റിംഗ്. ഇയാൾ അകത്ത് പോയിട്ട് ഒരു ചാക്ക് കിട്ട് ഇയാളെ മുമ്പിൽ അങ്ങ് എറിയണം. എണ്ണിയെടുത്തു. ആ എക്സിക്യൂട്ടീവ് കണ്ണ് തള്ളിപ്പോയി. കാര്യം എന്ന് വെച്ചാൽ, കറക്റ്റ് 10-11 ലക്ഷം രൂപ ചാക്ക് കെട്ടിനുള്ളിൽ ആക്കിയിട്ട് ആളെ മുമ്പിൽ കൊണ്ടിട്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു മനുഷ്യനെയും നമ്മൾ അളക്കരുത്. ഇപ്പം ഞാനായാലും നിങ്ങളായാലും നിങ്ങൾക്ക് ഓരോരോ കഴിവുണ്ട്. അത് മാക്സിമം നിങ്ങൾ ഉപയോഗിക്കുക. അതല്ലാതെ നമ്മളൊരു മനുഷ്യൻ അവൻ ഏത് ക്യാരക്ടറാണ്, അവൻ്റെ പദവി പ്രശസ്തി നോക്കിയിട്ട് ഒരിക്കലും കൂട്ടുകൂടാൻ അങ്ങനെയൊന്നും പോകരുത്. എല്ലാ മനുഷ്യനും അതിൻ്റേതായ പോസിറ്റീവ് വൈബും കാര്യങ്ങളും കഴിവും ഉണ്ടാവും. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഡ്രസ്സിങ്ങും അല്ലെങ്കിൽ കാണാൻ ഭംഗിയൊന്നും ഇല്ലാത്തവരൊന്നും അത് മൈൻഡ് ചെയ്യില്ല. അപ്പം ഞാൻ കഥ പറയുന്ന, അത് കഥയല്ല, അത് നടന്ന സംഭവമാണ്. ഒരു വ്യക്തിയെയും നമ്മൾ ചെറുതായിട്ട് കാണരുത്. അവർക്ക് വേണ്ട ബഹുമാനവും കാര്യങ്ങളും നമ്മൾ കൊടുത്തിരിക്കണം. ഓക്കെ? അപ്പോൾ നല്ല കാര്യങ്ങൾ ചെയ്യുക, നല്ല പ്രവൃത്തികൾ ചെയ്യുക, നല്ല മനസ്സോടെ ജീവിക്കുക. ഓക്കെ? അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.